നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം 12 കോടി രൂപ കൊല്ലം ആര്യങ്കാവ് ഭരണി ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന്. XG358753 നമ്പർ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. തിരുവനന്തപുരത്തെ പ്രധാന ഏജന്റിൽ നിന്നാണ് ഭരണി ഏജൻസി ടിക്കറ്റ് എടുത്തത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് ബമ്പർ നറുക്കെടുപ്പ് നടത്തിയത്. അച്ചടിച്ച 33 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിഞ്ഞിരുന്നു. രണ്ടാം സമ്മാനം 6 പേർക്ക് 50 ലക്ഷം രൂപ വീതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് സൂചന നൽകി മന്ത്രി ജി സുധാകരൻ. കായംകുളത്തെ പാർട്ടിക്കാർ കാലുവാരികളാണ്, അതിനാൽ അമ്പലപ്പുഴയിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യതയെന്നും മന്ത്രി. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും, എന്നാൽ താൻ പൊതുമരാമത്ത് മന്ത്രിയാകുമോ എന്നറിയില്ലെന്നും ജി സുധാകരൻ. പുതിയ ആൾ വരുന്നതിനൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പാർട്ടിയാണ്, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഉണ്ടാകുന്നതിനെ പറ്റി എനിക്ക് പറയാം. ഒന്നാമത് എനിക്ക് ഇലക്ഷനിൽ വീണ്ടും മത്സരിക്കണമെന്ന് എനിക്കായിട്ട് ആഗ്രഹമില്ല. കായംകുളത്തോട് തല്ലിക്കൊന്നാൽ പോകും, കാല് വാരുന്ന സ്ഥലത്തോട്ട്. അതാ കാര്യം. അവർ കാലയിലോട്ടാണ് നോക്കുന്നത്, മുഖത്ത് നോക്കില്ല. രണ്ടാമത്തെ ഇലക്ഷനിൽ എന്നെ ഒരു കാര്യമില്ലാതല്ലേ കാല് വാരി തോന്നിച്ചു. ഒരു 1300 വോട്ടിന് എന്ത് കാര്യത്തിനാണ്? അവിടെ ആ സംസ്കാരമൊന്നും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. കായംകുളം മുട്ടേൽ പാലം ഉദ്ഘാടനത്തിലെ വിവാദ പോസ്റ്റർ പ്രതിഭ MLA ഒഴിവാക്കിയതിനെതിരെ മന്ത്രിയുടെ രൂക്ഷ വിമർശനം. വിവരമില്ലാത്തവരാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. MLAയുടെ കൂടി ഇടപെടലിലാണ് പാലം നിർമ്മിച്ചതെന്ന് ജി സുധാകരൻ. ചെന്നിത്തലയിലും മുഹമ്മയിലും സംഘടനാ നടപടിക്കൊരുങ്ങി CPM ജില്ലാ നേതൃത്വം. കോൺഗ്രസ് പിന്തുണയിൽ പഞ്ചായത്ത് ഭരണം വേണ്ട എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ചെന്നിത്തല പഞ്ചായത്ത് ഭരണം രാജിവെക്കാൻ തയ്യാറാകാതെ പ്രാദേശിക നേതൃത്വം. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ രാജി നൽകിയില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് നീങ്ങുമെന്ന് ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 18നോട്. മുഹമ്മയിൽ CPM പുറത്താക്കിയ ലതീഷ് B ചന്ദ്രന്റെ വിജയത്തിന് പിന്നിൽ CPM പ്രവർത്തകർക്ക് പങ്കുള്ളതായും നാസർ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാപ്പ് ചോദിച്ച് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. പിണറായിക്കെതിരായ മുൻ നിലപാടിൽ കുറ്റബോധമുണ്ട്. VSുമായുള്ള അടുപ്പം പിണറായിയിൽ നിന്ന് അകറ്റിയെന്നും കുഞ്ഞനന്തൻ നായർ. തന്റെ പുസ്തകത്തിലെ പിണറായിക്കെതിരായ പരാമർശങ്ങൾ പിൻവലിച്ചിരുന്നുവെന്നും കുഞ്ഞനന്തൻ നായർ. പാർട്ടിയിൽ നിന്നുകൊണ്ട് യാത്രയാവണം എന്നാണ് ആഗ്രഹം. തനിക്ക് കുറ്റബോധമുണ്ടെന്നും കുഞ്ഞനന്തൻ നായർ. വടകരയ്ക്ക് പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനില്ലെന്ന് ആവർത്തിച്ച് K മുരളീധരൻ MP. പാർട്ടി ചുമതലകൾ ഏറ്റെടുക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയപരാജയത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് നേതൃത്വത്തിനാണ്. വടകര സീറ്റ് RMPക്ക് നൽകുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും മുരളീധരൻ. നിയമസഭാ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും വൈകിട്ടോടെയാണ് ഡൽഹിയിലെത്തുക. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആവശ്യമായ അഴിച്ചുപണികളിലും വിശദമായ ചർച്ച. ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യത്തിലും തീരുമാനമുണ്ടാകും. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രിസഭയിലേക്കെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. നിലവിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ശ്രീധരൻപിള്ള. പ്രതികരണം: കേന്ദ്രമന്ത്രി V മുരളീധരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ശ്രീധരൻപിള്ളയെ കേന്ദ്രമന്ത്രിസഭയിൽ എടുത്തേക്കുമെന്ന് പ്രചാരണങ്ങൾക്കിടെ. ആരോപണങ്ങളിൽ ഉറച്ച് KSRTC MD ബിജു പ്രഭാകർ. തന്റെ ആക്ഷേപങ്ങൾ ആർക്കെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കാട്ടുകള്ളന്മാർക്കാണെന്ന്. ചീഫ് ഓഫീസിലെ ഉപജാപക സംഘത്തിലെ ചിലരെയാണ് വിമർശിച്ചത്. ജീവനക്കാരെ അധിക്ഷേപിച്ചിട്ടില്ല. താൻ തൊഴിലാളി വിരുദ്ധനല്ലെന്നും ബിജു പ്രഭാകർ. KSRTCയെ തകർത്തവൻ എന്ന ലേബൽ വേണ്ടെന്നും ബിജു പ്രഭാകർ. തനിക്ക് പ്രത്യേക അജണ്ടയില്ല. റിട്ടയർഡ് ആയാലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാകുമെന്നും ബിജു പ്രഭാകർ. KSRTC MD ബിജു പ്രഭാകർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന് കൈമാറും. സൂചി കൊണ്ടെടുക്കേണ്ടത് തുമ്പുകൊണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കരുതെന്നും തോമസ് ഐസക്. KSRTC സാമ്പത്തിക ക്രമക്കേടിൽ MDയുടെ വാദം ശരിവെച്ച് രേഖകൾ. ക്രമക്കേട് നടന്നത് KSFTCയിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടവിൽ. KSFTCക്ക് KSRTC തിരിച്ചടയ്ക്കേണ്ട തുകയിൽ
311.48 കോടി രൂപയുടെ വ്യത്യാസം കണ്ടെത്തി. KSRTC കണക്ക് പ്രകാരം KTDFCക്ക് കൂടുതൽ തുക അടച്ചതായും കണക്കുകളുണ്ട്. ക്രമക്കേട് കണ്ടെത്തിയത് 2018 ഓഡിറ്റിൽ. KSRTCയുടെയും KTDFCയുടെയും കണക്കുകൾ ഒന്നിച്ച് പരിശോധിച്ചു. ഇതിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. 2015 കാലയളവിലെ കൺസോർഷ്യം വായ്പ തിരിച്ചടവിലായിരുന്നു ക്രമക്കേട്. ഈ കാലയളവിൽ അക്കൌണ്ട്സ് വിഭാഗം മേധാവി ആരോപണ വിധേയനായ ശ്രീകുമാർ. മലബാർ എക്സ്പ്രസിന്റെ ലഗേജ് ബോഗിക്ക് തീപിടിച്ചു. 2 ബൈക്കുകൾ കത്തിനശിച്ചു. എഞ്ചിന് സമീപത്തെ ബൈക്കാണ് തീപിടിച്ചതെങ്കിലും യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ. ലഗേജ് ബോഗിയിൽ നിന്ന് പുക ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ 7:30യോടെ. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഇടവ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം. ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയ യാത്രക്കാർ അധികൃതരെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീയണച്ചത് 3/4 മണിക്കൂറിലേറെ പണിപ്പെട്ട്. 2 ബൈക്കുകൾ പൂർണ്ണമായും ലഗേജ് ബോഗി ഭാഗികമായും കത്തിനശിച്ചു. 2 മണിക്കൂറിന് ശേഷം തീപിടുത്തമുണ്ടായ ബോഗി വേർപെടുത്തി ട്രെയിൻ യാത്ര പുനരാരംഭിച്ചു. മലബാർ എക്സ്പ്രസിലെ തീപിടുത്തത്തിൽ കാസർഗോഡ് സ്റ്റേഷനിലെ കൊമേഴ്സ്യൽ സൂപ്പർവൈസറെ സസ്പെൻഡ് ചെയ്തു. തീപിടുത്തത്തിന് കാരണമായത് ഇവിടെ നിന്ന് അയച്ച 2 ബൈക്കുകൾ. കാസർഗോഡ് നിന്ന് സ്ഥലം മാറിപ്പോയ 2 പോലീസുകാരുടെ ബൈക്കിൽ നിന്ന് തീ പടർന്നുവെന്ന് പ്രാഥമിക നിഗമനം. കളമശ്ശേരി എടയാർ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തം. ഓറിയോൺ എന്ന സാനിറ്റൈസർ ഉണ്ടാക്കുന്ന ഫാക്ടറിക്കാണ് തീപിടിച്ചത്. ഇടിമിന്നലിനെ തുടർന്നാണ് അഗ്നിബാധയുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. കളമശ്ശേരിയിലെ തീയണച്ചത് 6ഓളം ഫയർ യൂണിറ്റുകൾ എത്തി. സമീപത്തെ മറ്റൊരു ഫാക്ടറിയിലേക്കും തീ പടർന്നിരുന്നു. സംഭവ സമയത്ത് ജീവനക്കാർ ആരും ഫാക്ടറിയിൽ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചതും കർട്ടൻ ഇട്ടതുമായ വാഹനങ്ങൾക്കെതിരെ നടപടി ആരംഭിച്ചു. പരിശോധനകളുടെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ഓപ്പറേഷൻ സ്ക്രീൻ ആരംഭിച്ചു. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. കർട്ടനിട്ട സർക്കാർ വാഹനങ്ങൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനങ്ങളിൽ കർട്ടനും കൂളിംഗ് ഫിലിമും പാടില്ലെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് സംസ്ഥാനത്ത് നടപ്പാക്കാത്തതിൽ ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേന്ദ്ര കാർഷിക നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാനതല ക്യാമ്പയിന് പാലക്കാട് തുടക്കം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രക്ഷോഭം 53ാം ദിവസത്തിൽ കർഷക നേതാവ് ബൽദേവ് സിംഗ് സിർസ, പഞ്ചാബി അഭിനേതാവ് ദീപ് സിന്ധു ഉൾപ്പെടെയുള്ളവരോട് ഇന്ന് NIA ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകാൻ നോട്ടീസ്. എന്നാൽ NIAക്ക് മുന്നിൽ ഹാജരാകില്ലെന്ന് സിർസ. സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപത് വന്ത് സിംഗ് പന്നുവിനെതിരായ UAPA കേസുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. വിവാദ നിയമങ്ങൾ പിൻവലിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്ര സിംഗ് തോമർ. മിക്ക കർഷകരും വിദഗ്ധരും നിയമങ്ങൾക്ക് അനുകൂലമാണ്. ആശങ്കകൾ പരിഹരിക്കാമെന്ന് സമ്മതിച്ചതാണ്. എന്നാൽ നിയമം റദ്ദാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ നിയമത്തിലെ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കർഷക നേതാക്കൾ തയ്യാറാകണമെന്നും തോമർ. ആമസോൺ പ്രൈമിലെ താണ്ഡവ് വെബ് സീരീസിനെതിരെ പരാതിയുമായി BJP. വെബ് സീരീസിൽ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് പരാതി. BJP നേതാക്കൾ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കത്ത് നൽകി. സെയ്ഫ് അലി ഖാൻ, ഡിംപിൾ കപാഡിയ തുടങ്ങിയവർ അഭിനയിക്കുന്ന വെബ് സീരീസ് റിലീസ് ചെയ്തത് വെള്ളിയാഴ്ച. ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ. രാജ്യത്തിന്റെ അഭിമാനം വ്രണപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഉചിതമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എല്ലാവരുടെയും സംരക്ഷണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും രാജ്നാഥ് സിംഗ്. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 15,144 പേർക്ക്. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2 ലക്ഷത്തിൽ താഴെയായി. 24 മണിക്കൂറിനിടെ 181 മരണം. രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് ഇന്നും തുടരുന്നു. ആദ്യ ദിനം യജ്ഞത്തിൽ പങ്കാളികളായത് 1,91,000 പേർ. കേരളത്തിൽ ആദ്യ ദിനം വാക്സിൻ സ്വീകരിച്ചത് 2,062 പേർ. കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത് പാലക്കാട് ജില്ലയിലാണ്. 857 പേർ. കോഴിക്കോട് 800, തിരുവനന്തപുരത്ത്
63, എറണാകുളത്ത് 711 പേരും വാക്സിൻ എടുത്തു. കണ്ണൂരിൽ 706 പേരും വാക്സിൻ എടുത്തു. കൊല്ലത്ത് 668, ആലപ്പുഴയിൽ 616 പേരും ആദ്യ ദിനം പ്രതിരോധ കുത്തിവയ്പിൽ പങ്കാളികളായി. ഏറ്റവും കുറവ് പേർ വാക്സിൻ സ്വീകരിച്ചത് മലപ്പുറത്ത്. ജില്ലയിൽ വാക്സിൻ എടുത്തത് 155 പേർ മാത്രം. വാക്സിൻ എടുത്ത ആർക്കും ഇതുവരെ പാർശ്വഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുറക്കാനും തീരുമാനം. ആഴ്ചയിൽ 4 ദിവസം എന്ന രീതിയിലാണ് ഇനി കോവിഡ് വാക്സിൻ കുത്തിവയ്പ്. പുതുതായി 8 ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി. ഗുജറാത്തിലെ കവാഡിയയിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ട്രെയിനുകൾ. ഫ്ളാഗ് ഓഫ് ചെയ്തത് വീഡിയോ കോൺഫറൻസ് വഴി. പുതിയ തീവണ്ടി സർവീസുകൾ ആരംഭിച്ചത് കവാഡിയയിലെ ഗോത്ര വിഭാഗത്തിന് നേട്ടമാകുമെന്ന് പ്രധാനമന്ത്രി. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. സ്വയം തൊഴിലിനുള്ള സാധ്യതകൾ കൂടുമെന്നും പ്രധാനമന്ത്രി. അത്യാധുനിക സൗകര്യങ്ങളുള്ള ജനശതാബ്ദി എക്സ്പ്രസിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി. അഹമ്മദാബാദിനും കവാഡിയയ്ക്കും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന ട്രെയിനിന്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചത്. മധ്യപ്രദേശിലെ ഉമരിയ ജില്ലയിൽ 13-കാരിക്ക് ക്രൂരപീഡനം. 6 പേർ കസ്റ്റഡിയിൽ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ജനുവരി 4 മുതൽ 16 വരെ പീഡിപ്പിച്ചെന്ന് കേസ്. പ്രതികൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ്. കർണാടകയിൽ ഗോവധ നിരോധന നിയമം നാളെ മുതൽ പ്രാബല്യത്തിൽ. നിയമം ലംഘിക്കുന്നവർക്ക് 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കന്നുകാലികൾക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ട് പടരാനുള്ള സാഹചര്യമുണ്ടായാൽ മാത്രം കശാപ്പ് ചെയ്യാൻ അനുവാദം. ബീഹാറിൽ ജനതാദൾ യുണൈറ്റഡ് വിദ്യാർത്ഥി വിഭാഗം നേതാവിന് വെടിയേറ്റു. അലോക് തേജസ്വിയാണ് ബക്തിയാർപൂരിൽ വെച്ച് ഒരു സംഘം വെടിവെച്ചത്. വെടിയേറ്റ അലോക് തേജസ്വിയുടെ നില ഗുരുതരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ 2 വനിതാ ജഡ്ജിമാരെ വെടിവെച്ച് കൊലപ്പെടുത്തി. സുപ്രീംകോടതി ജഡ്ജിമാരെയാണ് കാറിൽ പോകും വഴി കൊലപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 9,49,00,000 പിന്നിട്ടു. 20,30,000 പിന്നിട്ട് മരണസംഖ്യ. രോഗം ഭേദമായവരുടെ എണ്ണം 6,77,00,000. അമേരിക്കയിൽ രോഗി നിരക്ക് ഉയർന്നു തന്നെ. മരണനിരക്കിലും കുറവില്ല. രാജ്യത്ത് ഇതുവരെ മരിച്ചത് 4,05,261 പേർ. രോഗികളുടെ എണ്ണം 2,43,00,000 പിന്നിട്ടു. ഇന്ത്യക്ക് പിന്നാലെ രോഗികളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ബ്രസീലിലും സ്ഥിതി ഗുരുതരം. ഇതുവരെ വൈറസ് രോഗം സ്ഥിരീകരിച്ചത് 84 ലക്ഷം പേർക്ക്. 2,09,350 പേർ മരിച്ചു. ചൈനയിൽ ഐസ്ക്രീമിലും കൊറോണ വൈറസ് സാന്നിധ്യം. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ഐസ്ക്രീം പാക്കറ്റുകൾ അധികൃതർ പിടിച്ചെടുത്തു. ഐസ്ക്രീം നിർമ്മിച്ച കമ്പനിയിലെ ജീവനക്കാർ ക്വാറന്റീനിൽ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസ് പുനരാരംഭിക്കാൻ റഷ്യ. ഈ മാസം 27 മുതൽ ഇന്ത്യ, വിയറ്റ്നാം, ഫിൻലാൻഡ്, ഖത്തർ സർവീസുകൾ തുടങ്ങും. തീരുമാനം കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ. നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ അമേരിക്കയിൽ സായുധ കലാപമുണ്ടാക്കാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് രാജ്യമാകെ കർശന സുരക്ഷ. സുരക്ഷയുടെ ഭാഗമായി ഡിസിയിലെ നാഷണൽ മാൾ അടച്ചു. ഉഗാണ്ടയിൽ യോവേരി മുസവേനി വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 59% വോട്ട് നേടിയാണ് വിജയം. പ്രധാന എതിരാളിയായ ബോബി വൈൻ നേടിയത് 35% വോട്ട്. മുസവേനി അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 6ാം തവണ. ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിൽ വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരണം 56ആയി. കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. മാമുജുവിൽ 47 പേരും മജേനയിൽ 7 പേരുമാണ് മരിച്ചതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ബ്രിട്ടീഷ് ആഡംബര കാർ നിർമ്മാതാക്കളായ ആസ്റ്റൺ മാർട്ടിന്റെ ശ്രേണിയിലെ ആദ്യ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനം വിൽപ്പനയ്ക്ക്. DBX ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തിയത് 3.82 കോടി രൂപയ്ക്ക്. ഇന്ത്യയിലെത്തിച്ചത് 11 യൂണിറ്റുകൾ. ലീഗിൽ ഇന്ന് ആവേശ പോരാട്ടം. 1-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-ാം സ്ഥാനത്തുള്ള ലിവർപൂളിനെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളി ക്രിസ്റ്റൽ പാലസ്. സൂപ്പർ കോപ്പയിൽ ഇന്ന് ആവേശ പോരാട്ടം. ബാഴ്സലോണയുടെ എതിരാളികൾ അത്ലറ്റിക് ബിൽബാവോ. ഫൈനലിൽ മെസ്സി കളിക്കാൻ സാധ്യത. നികുതി കുറച്ച് മദ്യവില നിയന്ത്രിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. വില വർധനവിന് പിന്നിൽ അഴിമതിയാണെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവാണ് മദ്യത്തിന്റെ വില കൂടാൻ കാരണമെന്നും മന്ത്രി.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ പൊതുപരിപാടിയിൽ ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന തിരുവനന്തപുരം ബെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് വികസനോദ്ഘാടന വേദിയിലാണ് CM രവീന്ദ്രൻ എത്തിയത്. മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്തത് വീഡിയോ കോൺഫറൻസ് വഴി. CM രവീന്ദ്രന്റെ സാന്നിധ്യത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രശംസിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയെ ജനമധ്യത്തിൽ താറടിച്ചു കാണിക്കാൻ ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുകയാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ BML-നെ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തൊഴിലാളികളെ അണിനിരത്തി ചെറുക്കുമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഫെബ്രുവരി 17-ന് പ്രതിരോധ ശൃംഖല. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി 5-ന് കഞ്ചിക്കോട് ജനകീയ കോടതി സംഘടിപ്പിക്കുമെന്ന് സമരക്കാർ. ഫെബ്രുവരി 13-ന് BML സ്വകാര്യവൽക്കരണത്തിനെതിരെ ജില്ലയിൽ 2 പ്രചാരണ ജാഥ നടത്തും. ഫെബ്രുവരി 17-ലെ ജനകീയ പ്രതിരോധ ശൃംഖല BML മുതൽ ഇൻസ്ട്രുമെന്റേഷൻ വരെ 7.5 കിലോമീറ്റർ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വിദേശ വിദഗ്ധരെ ഉൾപ്പെടുത്തി പഠനം നടത്തുമെന്ന് മന്ത്രി തോമസ് ഐസക്. പ്രതികരണം ധനമന്ത്രി കൊച്ചിക്കൊപ്പമെന്ന പരിപാടിയിൽ. കുട്ടനാട്ടിലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നെതർലൻഡിലെ വിരമിച്ച എഞ്ചിനീയർമാർ സൗജന്യ സേവനം നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് മേയർ M. അനിൽകുമാർ ആവശ്യമുന്നയിച്ചത്. കൊച്ചിയുടെ വികസനത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് MLA-മാരും വ്യവസായികളും ധനമന്ത്രിക്ക് മുന്നിലെത്തി. കൊച്ചി ഹരിത പ്രോട്ടോകോൾ വേണമെന്നായിരുന്നു PT തോമസ് MLA-യുടെ നിർദ്ദേശം. കൊച്ചിക്ക് വേണ്ടതൊക്കെ ബജറ്റിലുണ്ടെന്നും അത് നടപ്പാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും തോമസ് ഐസക്. പൊതുഗതാഗതത്തിലേക്ക് നഗരം മാറേണ്ടതിനെക്കുറിച്ച് KPMG ഇൻഫ്രാസ്ട്രക്ചർ ചെയർമാൻ ഏലിയാസ് ജോർജ് പരിപാടിയിൽ വിശദീകരിച്ചു. കക്ഷിഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം വാണിജ്യ വ്യവസായ രംഗത്തെ പ്രമുഖരും ചടങ്ങിനെത്തി. കോർപ്പറേഷൻ കൌൺസിലർമാരുമായി പിന്നീട് ധനമന്ത്രി സംവാദം നടത്തി. കോന്നി മെഡിക്കൽ കോളേജിന് സമീപമുള്ള കൃഷിവകുപ്പിന്റെ ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഭൂമി കയ്യേറ്റമെന്നാണ് ആരോപണം. കയ്യേറ്റക്കാർക്ക് ഭരണപക്ഷ നേതാക്കളുടെ പിന്തുണയുണ്ടെന്ന് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കോന്നി മെഡിക്കൽ കോളേജ് റോഡിന്റെ ഇരുവശത്തുമുള്ള കൃഷിവകുപ്പിന്റെ ഏക്കർ കണക്കിനുള്ള ഭൂമിയിലാണ് കയ്യേറ്റം. കയ്യേറ്റം നടത്തിയ ഭൂമിയിൽ റോഡുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. അനധികൃത കയ്യേറ്റത്തിന് പിന്നിൽ ചില ഇടത് സർവീസ് സംഘടനാ നേതാക്കളുടെയും റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ടെന്നും ആരോപണം. കയ്യേറ്റം നടത്തിയ ഭൂമി രേഖകളിൽ കൃത്രിമം നടത്തി ഭൂമാഫിയകൾ മറച്ചു വിൽക്കുന്നതായി പരാതി. ആയിരവൺ വില്ലേജിൽ ഉൾപ്പെട്ട പ്രദേശത്ത് നടക്കുന്ന കയ്യേറ്റങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ശക്തമായതോടെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചു. എന്നാൽ കൃഷിവകുപ്പിന്റെ ഭൂമി റവന്യൂ വകുപ്പ് സർവേ നടപടികൾ പൂർത്തിയാക്കി നൽകാത്തതാണ് കയ്യേറ്റങ്ങൾക്ക് കാരണമെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ. കുടിശ്ശിക നൽകാത്തതിനെതിരെ സർക്കാർ കോൺട്രാക്ടർമാർ സമരത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ 1.5 വർഷം വരെയുള്ള 8500 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ടെന്ന് കോൺട്രാക്ടർമാർ. കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച നിയമസഭാ മാർച്ച് നടത്തും. ISO അംഗീകാരത്തിന്റെ നിറവിൽ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. ഇത് 2ാം തവണയാണ് സ്റ്റേഷൻ ISO അംഗീകാരം നേടുന്നത്. ശിശു സൗഹൃദ ജനമൈത്രി പോലീസിംഗിനായി രാജ്യത്ത് ISO അംഗീകാരം നേടുന്ന ആദ്യ പോലീസ് സ്റ്റേഷൻ കൂടിയാണ് കോഴിക്കോട് ടൗൺ സ്റ്റേഷൻ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടക്കുന്നതായി പരാതി. മണി ചെയിൻ തട്ടിപ്പ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചിലർ പുതിയ കമ്പനി രൂപീകരിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കൊച്ചി DCPക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം കമ്പനിയുടെ കൊച്ചിയിൽ നടന്ന യോഗത്തിനിടെ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവോ ഗ്ലോബൽ എന്ന കമ്പനിക്കെതിരെയാണ് പരാതി. ചെറിയ നിക്ഷേപങ്ങൾ തുടങ്ങി വൻ സംഖ്യകൾ വരെ നിക്ഷേപിച്ച് കുറഞ്ഞ കാലയളവിൽ വലിയ ലാഭം ലഭിക്കുന്നുവെന്നതാണ് വാഗ്ദാനം. പണം നൽകിയിട്ട് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നൽകിയില്ലെന്നും പരാതി. എന്നാൽ പരാതികൾ വ്യാജമാണെന്ന് ഇവോ ഗ്ലോബൽ കമ്പനി അധികൃതർ. 2020-ലെ ONV പുരസ്കാരം പ്രമുഖ എഴുത്തുകാരി ഡോക്ടർ M. ലീലാവതി ടീച്ചർക്ക് സമ്മാനിച്ചു. ONV കൾച്ചറൽ അക്കാദമി അധ്യക്ഷൻ അടൂർ ഗോപാലകൃഷ്ണൻ ലീലാവതി ടീച്ചറുടെ വീട്ടിലെത്തിയാണ് പുരസ്കാരവും പ്രശസ്തിപത്രവും നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ONVയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ലീലാവതി ടീച്ചർ. സാഹിത്യ നിരൂപണത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പ്രൊഫസർ M. ലീലാവതിയെ ONV പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ലളിതമായ രീതിയിലായിരുന്നു പുരസ്കാരദാന ചടങ്ങ്.
കോട്ടയത്ത് 500ഓളം യുവാക്കളുടെ പങ്കാളിത്തത്തിൽ രക്തദാന സേന സജീവമായി. റെഡ് ഈസ് ബ്ലഡ് എന്ന പേരിലാണ് പ്രവർത്തനം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാമ്പ് RMO ഡോക്ടർ RP രജിൻ ഉദ്ഘാടനം ചെയ്തു. അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചതിന് വൈക്കത്ത് യുവതിക്കും യുവാവിനും മർദ്ദനം. ചമ്മരത്തുകര പട്ടരപ്പറമ്പിൽ അതുല്യക്കും ശങ്കരനാരായണനുമാണ് അതുല്യയുടെ ബന്ധുക്കളിൽ നിന്ന് മർദ്ദനമേറ്റത്. 2 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ ഇവർ അതുല്യയുടെ സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് തിരികെ വീട്ടിൽ വന്നത്. അതുല്യയുടെ താലിയും 6 മാസം പ്രായമായ കുഞ്ഞിന്റെ മാലയും പിടിച്ചെടുത്തതായി പരാതി. വൈക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കർഷക പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി കിസാൻ സംഘർഷ് കോർഡിനേറ്റിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലയും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കണിയാപുരത്ത് സ്വർണ്ണക്കടയ്ക്ക് നേരെ ബോംബെറിഞ്ഞ് സ്വർണം കവർന്ന കേസിലെ പ്രതി പിടിയിൽ. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശി തമ്പുരു വിഷ്ണുവാണ് കഠിനംകുളം പോലീസിന്റെ പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വിഷ്ണുവിന്റെ ആസൂത്രണത്തിലാണ് പ്രതികൾ കവർച്ച നടത്തിയത്. ഇതോടെ ഈ കേസിൽ 4 പേർ പിടിയിലായി. നിലമ്പൂർ ടൗണിൽ കാട്ടാന ഇറങ്ങി യുവാവിനെ ആക്രമിച്ച കാട്ടാന വനം വകുപ്പ് ഓഫീസിന്റെ ഗേറ്റും വേലിയും സ്ഥലത്തെ ഓഡിറ്റോറിയത്തിന്റെ മതിലും വാഹനങ്ങളും തകർത്തു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കാട്ടിലേക്ക് തിരിച്ചയച്ചു. ആനയെ കാട്ടിലേക്ക് തിരിച്ചയച്ചത് RRT ടീമും നാട്ടുകാരും ചേർന്ന് 1.5 മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിലാണ് തിരിച്ചയച്ചത്. നിലമ്പൂർ ടൗണിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് നിലമ്പൂർ നോർത്ത് DFO മാർട്ടിൻ ലോവൽ. ടൗണിലേക്ക് ആന എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കാവലിനായി 7 വാച്ചർമാരെ നിയമിക്കും. വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തും. വൈദ്യുതി വേലി തകർന്ന ഭാഗത്ത് അവ പുനർനിർമ്മിക്കുമെന്നും DFO. കോഴിക്കോട് മുക്കം മാമ്പറ്റിയിൽ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സമരം. കോൺഗ്രസ് പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് 1/2 മണിക്കൂറോളം മുക്കം മാമ്പറ്റ ബൈപ്പാസ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നേരത്തെ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ 13 ലക്ഷം ചെലവഴിച്ച് PWD നിർമ്മിച്ച ഡ്രെയിനേജ് അശാസ്ത്രീയമെന്നും ആരോപണം. ചൂണ്ടയിടുന്നത് കാണാനെത്തിയ യുവാവ് അഴൂർ കായലിൽ കാൽതെറ്റി വീണ് മുങ്ങി മരിച്ചു. വഴുതക്കാട് സ്വദേശി വിഘ്നേഷ് പ്രകാശാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഇയാൾ എത്തിയത്. സർക്കാർ അനുവദിച്ച ഭൂമിയുടെ ആനുകൂല്യം അനുഭവിക്കാനാകാതെ വൈത്തിരി മണ്ടാമല പ്രദേശത്തെ 20ഓളം കുടുംബങ്ങൾ. അർഹരായവർക്ക് വിതരണം ചെയ്ത ഏക്കർ കണക്കിന് മിച്ചഭൂമി വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കി ഭൂമാഫിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നെന്ന് പരാതി. 2009 മുതലാണ് ലക്കിടി മണ്ടാമല പ്രദേശത്തെ 20 ഏക്കർ സ്ഥലത്തിനുമേൽ സ്വകാര്യ വ്യക്തികൾ അവകാശവാദം ഉന്നയിക്കുന്നത്. ഉദ്യോഗസ്ഥ പിന്തുണയോടെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലക്കാട് കൂറ്റനാട് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വൻ കൃഷിനാശം. വാഴകൃഷിയാണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. സ്വന്തം കൃഷിയിടം വന്യജീവി സങ്കേതത്തിന് സമാനമായ വനമാക്കി മാറ്റിയ പരിസ്ഥിതി പ്രവർത്തകൻ ബുൾബേന്ദ്രന് സംസ്ഥാന വനംവകുപ്പിന്റെ വനമിത്ര പുരസ്കാരം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി നടത്തിവരുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇടുക്കി പെരിഞ്ചാൻകുട്ടി പ്ലാന്റേഷനിലെ മുളകൾ പൂത്തു. 35 വർഷം കൂടുമ്പോഴാണ് മുളകൾ പൂക്കുന്നത്. ഇപ്പോൾ 100 ഹെക്ടറിലധികം സ്ഥലത്താണ് ഇല്ലിമുള കൂട്ടമായി പൂത്തിരിക്കുന്നത്. ജൈവ പച്ചക്കറി കൃഷിയിൽ മികച്ച വിജയം നേടി കൊട്ടാരക്കര പുത്തൂർ ആയുർവേദ കോളേജ്. ശ്രീനാരായണ ഹെൽത്ത് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി ഇറക്കിയത്. പച്ചക്കറികൾ നാട്ടുകാർക്ക് ലഭ്യമാകുന്നതിനായി വിപണന കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. കായംകുളം സസ്യ മാർക്കറ്റിലെ വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്ന ആവശ്യം. പൊതുമരാമത്തും വാട്ടർ അതോറിറ്റിയും തമ്മിലെ ശീതസമരമാണ് പ്രശ്നപരിഹാരം വൈകാൻ കാരണമെന്ന് ആക്ഷേപം. വെള്ളക്കെട്ടിൽ മാലിന്യം അടിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്ക. 10 വർഷമായി തകർന്നു കിടക്കുന്ന പാലക്കാട് കൂമ്പൻകല്ല് മുതുമല ഗ്രാമീണ പാത ആധുനിക രീതിയിൽ നവീകരിക്കും. 7 കോടി രൂപ ചെലവിട്ടാണ് 8 കിലോമീറ്റർ വരുന്ന പാത നവീകരിക്കുന്നത്. ഇതോടെ വർഷങ്ങളായി തുടരുന്ന യാത്രാ ദുരിതത്തിന് ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ.
മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിന്റെ ബഫർ സോൺ പ്രഖ്യാപനത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി ആക്ഷൻ കൌൺസിൽ. ആദ്യഘട്ടമെന്ന നിലയിൽ ശാന്തമ്പാറയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജൈവ പച്ചക്കറി കൃഷിയിൽ വേറിട്ട മാതൃകയായി കണ്ണൂർ വള്ളിയായിൽ പ്രവർത്തിക്കുന്ന ശാന്തിഗിരി ആശ്രമം. ആശ്രമത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ശാന്തി മഹിമയുടെ നേതൃത്വത്തിൽ കൃഷി തുടങ്ങിയത്. 15 ലക്ഷം ലിറ്റർ ശേഷിയുള്ള വിശാലമായ മഴവെള്ള സംഭരണി നിർമ്മിച്ചാണ് കൃഷി. ഡൽഹിയിലെ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പാലക്കാട് ചിത്രകാരന്മാരുടെ കൂട്ടായ്മ. സിവിൽ സ്റ്റേഷൻ റോഡിന് സമീപം പ്രത്യേകമായി ഒരുക്കിയ നീളമുള്ള ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചാണ് കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ലളിതകലാ അക്കാദമി അംഗവും ചിത്രകാരിയുമായ ശ്രീജ പള്ളത്ത് നേതൃത്വം നൽകി. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news